മൂന്ന് പടക്കപ്പലുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഔദ്യോഗികമായിട്ട് നേവിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്, കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത മൂന്ന് കപ്പലുകളും നമ്മൾ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നിങ്ങനെയുള്ള മൂന്ന് പടക്കപ്പലുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചത്. പ്രോജക്ട് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് പദ്ധതിയുടെ കീഴിൽ നിർമ്മിച്ച അഞ്ചാമത്തെ കപ്പലാണ് INS ദുനഗിരി എന്ന് പറയുന്നത്. തദ്ദേശീയമായിട്ട് കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് കൊൽക്കത്തയാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. ആഴക്കടലിലെ ബഹുമുഖ പോരാട്ടങ്ങൾക്ക്, അതായത് കപ്പലുകളുമായും വിമാനങ്ങളുമായും അന്തർവാഹിനികളുമായിട്ടും പോരാടാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു സ്റ്റെൽത്ത് കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. ശബ്ദത്തെക്കാൾ വേഗത്തിലുള്ള സൂപ്പർസോണിക് മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് മിസൈലുകൾ, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ സിസ്റ്റം, റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അത്യാധുനിക സ്റ്റെൽത്ത് വിദ്യ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ കപ്പൽ. ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഷിപ്പാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ഒരു സ്റ്റെൽത്ത് കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനെ ഭ്രാന്തടിപ്പിക്കുന്ന ഒരു കപ്പലാണിത്, ഭയപ്പെടുത്തുന്ന കപ്പലാണ്. രണ്ടാമത്തേത് INS സംശോധക്. ഇത് സർവേ വെസൽ അഥവാ വലിയ പദ്ധതിയിലെ അവസാന കപ്പലാണ്. നൂതനമായ ഹൈഡ്രോഗ്രാഫിക് സർവേ, കടൽത്തീര മാപ്പിംഗ്, നാവിഗേഷൻ ചാർട്ടിങ്, സമുദ്ര ശാസ്ത്ര ഡേറ്റ ശേഖരണം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. കടൽ തീരങ്ങളിലും ആഴക്കടലിലുമൊക്കെ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്താൻ ഇതിന് വലിയ ശേഷിയുണ്ട്. ഈ കപ്പല് സമുദ്രശാസ്ത്ര ഭൂഭൗതിക വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്ന ഒന്നാണ്. ഏകദേശം 3300 ടൺ ഭാരമുള്ള കപ്പൽ അത്യാധുനികമായ മൾട്ടി ബീം എക്കോ സൗണ്ടറുകൾ, സ്വയം പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ വാഹനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ്. റിമോട്ട്ലി ഓപ്പറേറ്റഡ് വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്. നമ്മൾ ഇന്ത്യ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ധ്രുവ് എന്ന് പറയുന്ന HAL ധ്രുവ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഈ കപ്പലിലുണ്ട്. മൂന്നാമത്തെ കപ്പലാണ് INS അഗ്രേ എന്ന് പറയുന്ന കപ്പൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അന്തർവാഹിനി വിരുദ്ധ യുദ്ധ കപ്പലാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയും ഇതിനെ ഏറ്റവും അപകടകാരിയാക്കി മാറ്റുന്നതും. അന്തർവാഹിനികളെ നേരിടാനുള്ള അർണാല ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നൂതനമായിട്ടുള്ള സോണാർ സംവിധാനങ്ങളും ഭാരം കുറഞ്ഞ ടോർപിഡോകളും തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടുന്ന ഈ കപ്പൽ കടലിനടിയിലെ ഭീഷണികൾ കണ്ടെത്തുവാനും ശത്രുക്കളെ നിർവീര്യമാക്കാനും വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഒന്നൊന്നര ഐറ്റമാണ്. കാരണം ഈ ഒരു കപ്പല് ആഴം കുറഞ്ഞ തീരദേശ കടലുകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളുടെ അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിൽ മികച്ചൊരു കപ്പലാണ്. ഏകദേശം 900 ടണ്ണാണ് ഇതിന്റെ ഭാരം. വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയാണ് ഇത് ഉപയോഗിക്കുന്നത്. മണിക്കൂറിൽ 25 നോട്ട്സ് വേഗതയിൽ സഞ്ചരിക്കാം. തദ്ദേശീയമായിട്ടുള്ള RBU-6000 ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകളും ട്രിപ്പിൾ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ ലോഞ്ചറുകളും മൈനുകളുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മുടെ DRDO തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത അഭയ് സോണാർ സിസ്റ്റമാണ് ഇതിലെ സെൻസറുകൾ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു കപ്പലാണ്. ആത്മനിർഭർ ഭാരതിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ്. ഈ മൂന്ന് കപ്പലുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 75% വരുന്ന വസ്തുക്കളും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചതാണ്. അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഒരു ശക്തിക്കും, അത് അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ സൗത്ത് കൊറിയയ്ക്കോ റഷ്യയ്ക്കോ ലോകത്ത് ഒരു രാജ്യത്തിനും അവരുടെ ഒരു യുദ്ധക്കപ്പലിന്റെ ഓരോ ചെറിയ ചിപ്പും അസംസ്കൃത വസ്തുക്കളും എല്ലാം 100% നിർമ്മിക്കാൻ കഴിയില്ല. അത് പ്രായോഗികവുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവിന്റെ 75% സാമഗ്രികളും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു നേട്ടം മറ്റെന്താണുള്ളത്? ഇന്നത്തെ കാലത്ത് അതൊരു വലിയ കാര്യമാണ്. നോക്കൂ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളും, ഐഫോൺ തന്നെ എടുക്കാം, അതിലുള്ള പല പാർട്ടുകളും പൂർണ്ണമായും നിർമ്മിക്കുന്നത് ആപ്പിൾ കമ്പനിയല്ല. പലതും പല പല കമ്പനികൾ നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. സാംസങ്ങിന്റെ പ്രോഡക്റ്റുകൾ, സോണിയുടെ പ്രോഡക്റ്റുകൾ, ഇതെല്ലാം ചേരുമ്പോഴാണ് ശരിക്കും ഐഫോൺ എന്ന് പറയുന്ന ഒന്നായിട്ട് മാറുന്നത്. എന്നാൽ ഇവിടെ ഈ നമ്മൾ നിർമ്മിക്കുന്ന ഈ കപ്പലുകൾ 75% അതിന്റെ സാമഗ്രികൾ നമ്മൾ തന്നെയാണ് നിർമ്മിച്ചത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കാര്യമില്ല, വലിയൊരു നേട്ടമാണ്. ഇനി ഈ 3 കപ്പലുകൾ കൂടി ഇന്ത്യൻ നേവിയുടെ ഭാഗമാവുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഏറ്റവും വലിയ സുരക്ഷാ ശക്തി എന്ന് പറയുന്ന ഇന്ത്യയുടെ ആ ഒരു മേൽക്കൈ വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. മറ്റൊരു ശക്തിക്കും ഇല്ലാത്തത്ര സ്വാധീനം നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം തന്നെയാണത്.